നമസ്കാരം. എല്ലാ പ്രധാനപ്പെട്ട ലോക നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ കാര്യമായ ഇടപെടൽ നടത്തുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് ലോക നേതാക്കളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലുമാണ്. അദ്ദേഹമാണ് ആദ്യമായി ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയ ലോക നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നരേന്ദ്രമോദി ട്വിറ്റർ അക്കൗണ്ടിൽ ആക്റ്റീവ് ആയതിനു ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസിന്റെയും മറ്റും നേതാക്കൾ ട്വിറ്ററിൽ സജീവമാകാൻ തുടങ്ങിയതെന്നത് തന്നെ മോദി എത്രത്തോളമാണ് ഈ സമൂഹ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ടെക്നോളജിയെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അതിൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണം. ഇപ്പോഴിതാ മറ്റൊരു പുതിയ റെക്കോർഡ് കൂടി നരേന്ദ്രമോദിയെ തേടിയെത്തിയിരിക്കുകയാണ്. അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വലിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട്. ഇപ്പോഴിതാ യൂട്യൂബിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിൽ 2 കോടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആദ്യ ലോക നേതാവ് എന്ന ഖ്യാതിയാണ് മോദിയെ തേടി എത്തിയിരിക്കുന്നത്. യൂട്യൂബ് വീഡിയോകളുടെ കാഴ്ചക്കാരുടെ എണ്ണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിന് പിന്നാലെയാണ് 2 കോടി സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടം കൂടി മോദി സ്വന്തമാക്കിയിരിക്കുന്നത്. ലോക നേതാക്കളുടെ യൂട്യൂബ് ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദിയുടെ ചാനൽ കുതിക്കുന്നത്. 4.5 ബില്യൺ വീഡിയോ കാഴ്ചക്കാരും ഇതുവരെ മോദിയുടെ ചാനലിനുണ്ട്. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കൂടുന്നത്. സബ്സ്ക്രൈബേഴ്സ്, വീഡിയോ കാഴ്ചകൾ, പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഗുണനിലവാരം തുടങ്ങിയ കാര്യത്തിലെല്ലാം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് യൂട്യൂബിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ വാട്സാപ്പ് ചാനലിലും അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഉൾപ്പെടെ നരേന്ദ്രമോദി തന്നെയാണ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത്. മറ്റ് ലോക നേതാക്കൾക്ക് അടുത്ത കാലത്തൊന്നും മോദിക്കൊപ്പം ഓടിയെത്താൻ സാധിക്കില്ല എന്നുകൂടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.